രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. ഒട്ടേറെ ആളുകളാണ് സ്റ്റാളുകൾ സന്ദർശിക്കുന്നത്. വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ട് തന്നെ മേള വൈവിധ്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അക്കാദമിക വൈവിധ്യങ്ങളാൽ വിദ്യാഭ്യാസ വകുപ്പ് എന്റെ കേരളം പ്രദർശനമേളയിൽ വൈവിധ്യങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധേയമായി മാറുകയാണ്. അക്കാദമിക് പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യങ്ങളുമായാണ് വിദ്യാർത്ഥികളും അധ്യാപകരും എത്തുന്നത്. വിവിധ ഉപജില്ലകളുടെ നേതൃത്വത്തിലായിരുന്നു ഓരോ ദിവസത്തെയും അവതരണം. കുട്ടികളുടെ അക്കാദമിക് മികവുകളുടെ അവതരണം വേറിട്ടതായി മാറിയിരുന്നു. നൈപുണ്യ വിദ്യാഭ്യാസം, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, കൈറ്റ്, ഡയറ്റ് തുടങ്ങിയവയെല്ലാം പ്രദർശന സ്റ്റാളിന്റെ വൈവിധ്യത്തിന് നിറപ്പകിട്ടേകിയിട്ടുണ്ട്. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ എക്സ്പോ എല്ലാ കാര്യങ്ങളും പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള എല്ലാ പദ്ധതികളും ഇതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാനും അത് കാണാനും സാധിച്ച് ഈ എല്ലാ മേഖലകളും ഏത് മേഖല എടുത്താലും ജയിൽ ആയാലും വിദ്യാഭ്യാസം ആയാലും എല്ലാ മേഖലയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. വളരെ നല്ലൊരു പരിപാടിയാണ്. എല്ലാവർക്കും വന്ന് കാണാനും കുട്ടികൾക്കുള്ള വിജ്ഞാനവും വിനോദവും പിന്നെ ഫയർഫോഴ്സ്, നമ്മുടെ പോലീസ്, ജയില് എല്ലാം എന്താണെന്ന് പറയേണ്ട മോശമില്ല. നല്ലൊരു പരിപാടിയാണ്. കുട്ടികൾക്ക് മാത്രമെന്നല്ല മുതിർന്നവർക്കും. എന്താണ് നമ്മുടെ സർക്കാർ കുറച്ച് പുസ്തകം അകത്തിലെ കിട്ടലുണ്ട്, റോബോട്ട്, പിന്നെ ഫുട്ബോളും കളിക്കാൻ കഴിയുന്നുണ്ട്, അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഇതും കിട്ടുന്നുണ്ട്, തൈകളുണ്ട്. എല്ലാം കൊണ്ടും വിജയവും വിനോദവും വിജ്ഞാനവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും വരിക, ആസ്വദിക്കുക. ചെറിയ അളവിൽ വില കുറഞ്ഞ കുറേ നോട്ട് ബുക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ വാങ്ങി സ്കൂൾ തുറക്കുന്ന കാലമാണ്. അപ്പോൾ അത് വാങ്ങി സംതൃപ്തി അടയാൻ പറ്റും. നല്ല പരിപാടിയാണ്. സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കായി കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭകർക്കുള്ള ഹെൽപ്പ് ഡെസ്കും കാണികൾക്ക് സഹായകമായി. സർക്കാരിന്റെ വിവിധ പദ്ധതികളായ നാനോ യൂണിറ്റുകൾക്കായുള്ള മാർജിൻ മണി ഗ്രാന്റ്, പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി, സംരംഭക സഹായ പദ്ധതി, ആശ, PMFME, ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതി തുടങ്ങി ഒട്ടേറെ പദ്ധതികളും സംരംഭങ്ങളും ആരംഭിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഇവിടെ നൽകുന്നുണ്ട്. ഇവിടേക്കും ജനങ്ങൾ ഒഴുകിയെത്തുന്നു. സ്റ്റാളൊക്കെ നന്നായിട്ടുണ്ട്. സ്പെഷ്യൽ നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഫെസിലിറ്റി പിന്നെ ഒരു മറ്റുള്ളതുപോലെയല്ല, കുറച്ച് ലക്ഷറിയസ് ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാം ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ട്. പിണറായി വിജയന് അഭിവാദ്യങ്ങൾ. സർക്കാരിൻ്റെ പദ്ധതികളായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ എല്ലാ രീതിയിലും പ്രതിഫലിച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈത്തറി മേഖല ഒക്കെ പരിപോഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല
തുടർ വിദ്യാഭ്യാസം. തുടർ വിദ്യാഭ്യാസം ഇപ്പം 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി നേടാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റികളും ഈ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മാക്സിമം നമ്മുടെ ജനങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഇത് നടപ്പിലാവുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള മെഗാ ഭക്ഷ്യമേള കാഴ്ചക്കാരിൽ വ്യത്യസ്തമായ അനുഭവമാണ് തീർത്തത്. കേരളക്കരയിലെ അങ്ങോളം ഇങ്ങോളമുള്ള രുചി വൈവിധ്യങ്ങളാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഈ മെഗാ ഭക്ഷ്യമേളയിൽ അണിനിരത്തിയത്. എന്റെ കേരളം വിപണന പ്രദർശനമേളയിലെ മറ്റൊരു മുഖ്യ ആകർഷകമായ കാർഷിക വിപണന പ്രദർശനമേളയും ജനങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് സൃഷ്ടിച്ചത്. ടൂറിസം, കാരവാൻ ടൂറിസം പ്രദർശനവും കാണികളിൽ മറ്റൊരു അനുഭവം സൃഷ്ടിച്ചു. നമ്മൾ ഈ സർക്കാരിൻ്റെ പരിപാടി കൂട്ടിച്ചേർക്കാനൊന്നുമുള്ള എല്ലാം കണ്ട് അതിൻ്റെ ആ പ്രോഫിറ്റ് ഇതിൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുത്തിയത്, അതായത് കേരളം ഇന്ന് കാണുന്ന ഈ കേരളമാക്കി മാറ്റിയത് ഇന്നത്തെ സർക്കാരിൻ്റെ അപാര കഴിവ് തന്നെയാണ്. കാരണം അത്രയും പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നടത്തിക്കുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇത്രയും വലിയ ഒരു ഹാളിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാനും അതിനുള്ള സൗകര്യം ഒരുക്കിയതും. പൈസ ചിലവുണ്ട്, എന്നാലും ജനങ്ങൾക്ക് വേണ്ടി കാണാനുള്ള ഒരു ജനങ്ങൾക്കും കുട്ടികൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പദ്ധതികളും ഇതിൽ ഉൾക്കൊള്ളിച്ചും കൊണ്ട് ഒരു സ്റ്റാള് നടത്തിയത് തന്നെ ഒരു കഴിവ് തന്നെയാണ്. അത് സർക്കാരിനെ അഭിനന്ദിച്ചേ പറ്റൂ. നല്ല പരിപാടി തന്നെയാണ്. ലൈക്ക് ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അറിയൂല. ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോണ് TV. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ ലൈക്ക് അവർക്ക് നല്ലൊരു ഇതായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഈ നെയ്ത്തൊന്നും ഇപ്പം ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട്, എൻ്റെ അനിയത്തിയൊന്നും അത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒരു എക്സ്പീരിയൻസാണ്. സ്റ്റാൾ വൈസ് എല്ലാം നൈസാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ പ്രദർശനം, ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങൾ, സ്പോർട്സ് പ്രദർശനങ്ങൾ, സ്കൂൾ മാർക്കറ്റ്, സൗജന്യ സർക്കാർ സേവനങ്ങൾ എന്നിവയും ഇവിടേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾക്കായി സംഘാടകർ അണിയിച്ചൊരുക്കിയിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു. നല്ല ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പരിപാടി മാതിരിയുള്ള ജനങ്ങളിൽ പലതും എത്തപ്പെടാത്ത ഇവിടെ കണ്ട് മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു നല്ല പദ്ധതിയായിട്ട് ഓരോരു വിഭാഗത്തിൻ്റെയും പല ഉന്നമനത്തിനും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അവതരണങ്ങളാണ് ഓരോ സ്റ്റാളിലും ഒരുക്കിയിട്ടുള്ളതും.